എന്നെ പറഞ്ഞു സജന അങ്ങനെ പറഞ്ഞു. എൻ്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പോഴും പച്ചയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല. ആ പ്രായത്തിൽ തോന്നിയ ഒരു പൊട്ടത്തരം. ആ വീഡിയോ സജിന അയച്ചു കൊടുത്ത വീഡിയോ ഈ ഫിറോസിന്റെ കയ്യിലുണ്ടായിരുന്നു, അന്നത്തെ വീഡിയോ. അതായത് അത്രയും വർഷം കേട്ടോ, അത്രയും വർഷം ഒരു 2010-11 ആ വർഷം, ആ കാലഘട്ടത്തിൽ. നിങ്ങൾ ഈ സെക്കൻഡ് മാരേജ് കഴിക്കുന്ന ഏത് വർഷമാണ്? 2009-8 ആയിരുന്നു നമ്മളെ കല്യാണം വരുന്നത്. ഓക്കെ. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് അടുപ്പിച്ച് അതായത് ഈ ഒരു 1.5-2 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. സജന 100 ഇവള് 100 തികച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു സംശയം. എന്താണെങ്കിലും വന്ന് ഭയങ്കര കരഞ്ഞ് മെഴുകി തൂറി മെഴുകി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കരഞ്ഞ് ഇതെന്താണ് ഇത് തൂറ്റലിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കരുത്. ചിലർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും. അയ്യയ്യേ എന്തൊക്കെയായി പെണ്ണുമ്പിള്ള പറയുന്നത്, എന്താണ് ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്, ഇവരെന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നാം. ഈ ആദ്യം കേട്ട ആ ക്ലിപ്പില്ലേ, അതിനകത്ത് പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ പണ്ട് പുള്ളിക്കാരി ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഒരു 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ എങ്ങാണ്ടാന്ന് തോന്നുന്നത്. ആ സ്റ്റാമ്പ് പേപ്പറിൽ ഇങ്ങനെ എഴുതുകയാണ്, എനിക്കും മറ്റേ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഷാറുഖ് ഖാൻ്റെ അനിയനാണല്ലോ ഫിറോസ് ഖാൻ എനിക്കും ഒരു കണക്ഷനും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, കല്യാണം കഴിച്ചിട്ട് അതെങ്ങനെ ബന്ധമില്ലാതാവുന്നതെന്ന് എനിക്കറിയില്ല, അത് മറ്റേ ആളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയാന്ന് തോന്നുന്നു, അയാൾ ആവശ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഫിറോസ് ഖാനിന് വേണ്ടിയിട്ട് ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു. കാരണം ഫിറോസ് എന്ന് പറയുന്നവൻ ഒരു വൃത്തികെട്ടവനായിരുന്നു, അയാൾക്ക് ഒരുപാട് ബന്ധങ്ങൾ അവിടെയും ഇവിടെയെല്ലാം. അയാളൊരു ചെറിയ പൂക്കുറ്റിയായിരുന്നു. ഇപ്പോൾ ഒരു പൂക്കുറ്റിയുടെ പേരിലാണല്ലോ ഈ പ്രശ്നമൊക്കെ. അയാളൊരു ചെറിയ പൂക്കുറ്റിയായിരുന്നു, ഇത്രയും വലിയ പൂക്കുറ്റിയല്ല വെടിവെപ്പേ. അയാൾ ചെറിയ രീതിയിലൊക്കെ വെടിവെച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു. എറണാകുളത്ത് ഞങ്ങൾ അങ്ങോട്ട് മാറി, ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഥകളാണ്. ഇത് മറ്റേ 4 പോലീസുകാർ വന്ന് 4 മുറിയിൽ 4 പേരെ ഇരുത്തിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പുറത്തു വരുമെന്ന് പറയുന്ന പോലെ, മറ്റേ ഷമീറിൻ്റെയും തൊപ്പിയുടെയും കേസിൽ. അതുപോലെ ഇത് അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല, ഇത് ഒറ്റ പോലീസുകാരൻ മതി. ഈ സജനയെ മാത്രം ഒരേ മുറിയിൽ ഇരുത്തിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം പുറത്തു വരും. ഈ ആങ്കർ തന്നെ കുറേ സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. പുള്ളിക്ക് പുള്ളി ഇത് ഇപ്പോൾ പറയുന്ന അങ്ങ് കേട്ട് അങ്ങ് ചിരിച്ച് തള്ളി അങ്ങനെ പോകാതെ, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, എന്നാലും കഷ്ടം തന്നെ മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകാതെ പുള്ളി ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ചോദ്യമൊക്കെ ചോദിച്ച് ചേച്ചിയെ ആകെ ബുദ്ധിമുട്ടിച്ച് ഇത്താത്ത പെട്ട് 100 തേച്ച ഇത്താത്ത പെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടിൽ പെട്ട്. ഞാൻ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഇയാളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പം ഇദ്ദേഹം കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളി 1 വർഷം ഒരു വൃത്തികേടിനും പോയിട്ടില്ലായിരുന്നു. പക്കാ ഫാമിലി മാൻ. കണ്ട ചേച്ചിയുടെ ആ ഒരു പണിഷ്മെൻ്റ് പവർ കണ്ടാ. ഫിറോസ് ഖാൻ വരെ നന്നായി, ഒരു കൊല്ലത്തേക്ക് പിന്നെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. കാരണം അത്രയ്ക്ക് ഷോക്കാണ്, അത്രയ്ക്ക് ഒരു ട്രോമയാണ് ഇവരുണ്ടാക്കിയത് അയാളുടെ ജീവിതത്തിൽ. ഇവരുണ്ടാക്കിയ ട്രോമയൊക്കെ വേറെ കാര്യം. പക്ഷേ ഇവർ പറയുന്ന ഈ ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതായിട്ട് അഭിനയിക്കുന്നു. അത് ശരിക്കും ഒളിച്ചോടിയതല്ല, പക്ഷേ അതങ്ങനെ ചെയ്തു. അത് ആ സമയത്ത് അപ്പോൾ ആ പുള്ളിയായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഫിറോസ് ഖാനുമായിട്ട് തെറ്റി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുമെന്ന് ക്രിഞ്ച് ഫ്രഷ് എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ സിനിമകളിലുണ്ട് ഈ ഒരു സീനെന്ന് പറഞ്ഞാൽ. അതിങ്ങനെ പാട്ട് സീനൊക്കെ ആയിരിക്കും മിക്കവാറും തമിഴിലും ഹിന്ദിയിലൊക്കെയാണ് കൂടുതൽ. മലയാളത്തിലുണ്ട് ചെറുതായിട്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഹീറോ വേറെ ഒരു പെണ്ണിനെ നോക്കുന്നു, അപ്പോൾ ഹീറോയിൻ ആകെ ദേഷ്യമായി. അപ്പോൾ ഉടനെ ഹീറോയിൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വേറെ ഒരു ചെക്കനായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും, അവൻ്റെ കയ്യിലുള്ള മറ്റേ വൈനിൻ്റെ ഗ്ലാസ് മേടിച്ച് അതിൽ നിന്ന് വൈൻ കുടിക്കുകയും അവൻ്റെ ഗ്ലാസ്സിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുകയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുടിക്കത്തില്ല. അതിങ്ങനെ ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു പൂച്ചട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറച്ച് മുള്ളിൻ്റെ ഈ കുറേ ചെടികളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് വച്ച, എന്താണ് ഇവളുടെ പറച്ചൽ കേട്ടിട്ട് എനിക്ക് ഇമാജിനേഷൻ ഇങ്ങനെ കയറി വരികയാണ്. അതുപോലത്തെ സ്ഥലത്തുകൊണ്ട് ഈ വൈന് അല്ലെങ്കിൽ ഈ വിസ്കി എന്താ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്ന് വെച്ചാൽ അത് കളയും. എന്നിട്ട് ഭയങ്കര മറ്റേ ഡാൻസൊക്കെ ആയിരിക്കും, ഭയങ്കര ഇങ്ങനെ മൂത്ത് വയ്ക്കുന്ന പോലത്തെ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. ഡാൻസൊക്കെ ചെയ്തിട്ട് അപ്പോഴേക്കും ഹീറോ ഇങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ നോക്കും. പുള്ളി അവസാനം മറ്റേ ബിയറിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ വിസ്കിയുടെ ഗ്ലാസ്സൊക്കെ കയ്യിലുണ്ടാവും, അത് ഞെക്കി പൊട്ടിക്കും. അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇടിച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ചോര വരും. അപ്പോഴേക്കും ഹീറോയിൻ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അതൊന്നുമില്ല ചുമ്മാ തമാശ, അത് പ്രാങ്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ ചോര വരുന്നത് പുള്ളിക്കാരിയുടെ ദുപ്പട്ടയുടെ ഒരു പീസ് കട്ട് ചെയ്ത് അങ്ങനെ അത് കെട്ടിക്കൊടുക്കും. അയ്യോ പണിഷ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ചേട്ടൻ, ഈ മറുനാടൻ ചാനലിലുള്ള ഈ ചേട്ടനെ സമ്മതിക്കണം. ഇത് എന്താണ് ഇയാൾ ചെയ്തു കൂട്ടിയത് ഇവിടെ? ഒരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ വേറൊരാളുടെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സജിന സത്യമായിരുന്നു ഒരാളുടെ കണ്ടോ, അയാളുടെ ചോദ്യം കേട്ടില്ലേ, അത് സത്യമായിരുന്നു. എന്താണ് ഭയ, നിങ്ങൾക്ക് കാര്യം മൊത്തം അറിയാം, എന്നിട്ട് നിങ്ങൾ ഈ അയ്യോ പാവ അഭിനയിക്കരുത്. അതൊക്കെയാണ് ക്രിഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇവളെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഇരുന്നിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്തത് യു ഗ്രേറ്റ് മാൻ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മളെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ വാക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിൻ്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ. സജിന ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. കണ്ടോ, പിന്നെ വൃത്തികെട്ട ചോദ്യം ചെയ്യുന്നു. എത്ര നാളത്തേക്ക് പോയി? അപ്പോഴേക്കും വായിന്ന് വന്നു ഒരു മാസത്തേക്ക് ജീവിക്കാനല്ല, ഒരു പണിഷ്മെൻറ്റ് പോലെ. അപ്പോൾ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇവർ രാവിലെ ശരിക്കും ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഇങ്ങനെ അവനെ പണിഷ് ചെയ്യണേ, അവനെ പണിഷ്മെൻറ്റ് കിട്ടണേ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കായിരിക്കും. അപ്പോഴേക്കും അവിടുന്ന് ഫിറോസ് ഖാൻ ഇങ്ങനെ കരഞ്ഞിട്ട് അയ്യോ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയേ എന്ന് പറഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും ഇവരെ വിളിച്ചു. ഒരു മാസമേ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ കുൽസിതമായിട്ടൊന്നും ചിന്തിക്കരുത്. ഈ മറ്റേ തൊപ്പിയുടെ വീട്ടിൽ സംഭവിക്കുന്ന പോലെ അങ്ങനെ തുണിയില്ലാതെ നടന്നെന്നോ, അങ്ങനെ ഇതിങ്ങനല്ല, ഇത് ലൈറ്റ് എന്തിനായിട്ടേക്കുന്നതെന്നോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാനേ പോകരുത്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പണിഷ്മെൻറ്റിൽ ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ജീവപര്യന്തം കിട്ടുന്ന ആൾക്കാർക്ക് ആ പണിഷ്മെൻറ്റ് പോരാ, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്ന ആൾക്കാർക്ക് പണിഷ്മെൻറ്റ് പോരാ എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ഇതിലെങ്ങനെ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മെൻ്റൽ ടോർച്ചറിങ് ഒരു പണിഷ്മെൻറ്റ് ഉണ്ടാവും. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിഞ്ചിന്നാക്കടിയായി പോകും. ഓഫ്, എന്താ പണിഷ്മെൻറ്റ് അല്ലേ. അദ്ദേഹം അത് അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിൻ്റെ കുറേ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ കരഞ്ഞ് ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം ഇയാൾ പിന്നെ വൃത്തിയായിട്ട ചോദ്യം. ഇയാളുടെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇയാളെ നമുക്ക് സാജൻ സെക്രട്ടറി അടുത്ത് പറഞ്ഞങ്ങ് ഇയാളെ പണിന്ന് വീട്ടിലേക്ക് പറഞ്ഞോണം. എന്തൊക്കെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഇയാൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ജേർണലിസ്റ്റ് സ്വഭാവം കാണിക്കരുത്. അവർ പറയുന്നത് കേട്ട് അങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് അങ്ങനെ പോവുക. അല്ലാതെ ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കാൻ പാടില്ല. വിചിത്രമായ പ്രതികാരമാണല്ലോ. നമ്മൾ പറയത്തില്ല ചേട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കുക എന്നുള്ള സാധനത്തിലാണ്. പോയി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി. അതെന്താ ചേട്ടാ, അതെന്താണെന്ന് വെച്ചാൽ ചേട്ടാ, ഇയാൾ ഹിന്ദു ആയതോടാന്ന് വിളിക്കുന്നുണ്ടോ അല്ലേ? അല്ലെങ്കിൽ ഇക്കാന്ന് വിളിച്ചാൽ പിന്നത്തെ കാര്യം അറിയാമല്ലോ. മറുനാടൻ മലയാളി. പിന്നെ ഇയാളുടെ പൊടി പോലും കാണൂല കേട്ടോ. ഫുള്ള് എയറിലായിരിക്കും പറന്ന് നടക്കുന്നത്. എന്താ പറയുക, ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും അവിടെ കിടന്ന് മെഴുക് സജിന. 100 തികച്ച സജിന. സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പോൾ വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷനോ ഒരു അഫെയറോ ഒക്കെ ഇതാ കിടക്കുന്നത്. പിന്നെ ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ഭായി ഒരു മാസം പോയി നിന്നോന്നാ കൊച്ചു വന്നിട്ട് സമ്മതിച്ചു. പിന്നെ നിങ്ങൾ ഈ പോലീസുകാരനെ പോലെ ചോദിച്ചു. പക്ഷേ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. നിങ്ങളെ വെളിയിലെങ്ങാനും കിട്ടിയോണ്ടല്ലോ ആളിനെ കൊണ്ട് തല്ലിക്കും. നിങ്ങളാണ് പകുതി കാര്യങ്ങൾ അവളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. ഈ ഇൻ്റർവ്യൂ എന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ കിടന്ന് നിലവിളിക്കുകയായിരിക്കും. നിലവിളിക്കല്ലല്ലോ ഇവളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. മറ്റേ ഉടനെ MDMA അങ്ങനെ വലിച്ചു കയറ്റല്ലേ, വലിച്ചങ്ങോട്ട് കയറ്റുക. ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
രക്ഷയില്ല, മണ്ടത്തരം സംഭവിച്ചു എന്ന് മനസ്സിലായി. ഉടനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. അത് എങ്ങനെയാണ് കുറേ നമ്മൾ അനുഭവിക്കുമ്പോൾ അപ്പോൾ പിന്നെ ചെറിയ പഞ്ചാര വാക്കുകളിൽ ആ പെൺകുട്ടി വീഴില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സ്ത്രീ അബലയല്ലേ? ഇത് എന്താ പറയുക, പഞ്ചാര എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമുക്കൊരാളുടെ അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എൻ്റെ കൊച്ചു പ്രായവുമാണ് അന്നത്തെ അതുകൊണ്ട് മാനളം പറഞ്ഞ പോലെ നമ്മൾ ചെറിയ പ്രായമുള്ള ആ സമയത്ത് ചെന്നൈയിലെ മദ്രാസിലെ അപ്പോൾ നമ്മൾ തേൻ കുടിക്കുന്നു പരാഗണം എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരിയെ ചെറിയ പ്രായമായിരുന്നു ആ സമയത്ത് തേൻ കുടിപ്പിക്കുന്നു പരാഗണം. പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാറ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു. കൊല്ലത്ത് തന്നെ അല്ലല്ല, മലപ്പുറം ആ ഏരിയയിലാണ്. തിരുവനന്തപുരം എന്ന് പറയാൻ വന്നതാ. തിരുവനന്തപുരം പെട്ടെന്ന് അങ്ങ് നോർത്തായി മാറി, മലപ്പുറമായി പോയി. എൻ്റെ അമ്മേ, ഇമാതിരി പൂക്കുറ്റി സാധനം. അതാണ് ഇപ്പോൾ പൂക്കുറ്റിയുടെ കയ്യിൽ തന്നെ പെട്ടത്. പൂക്കുറ്റിയും പൂക്കുറ്റി ആയിരിക്കും അല്ലേ, വൻ പൂക്കുറ്റി ആയിരിക്കും. ഓ ശരി. അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ചു പുള്ളിക്കാരനും കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പോൾ ഈ കൂടെ ഇയാൾ പിന്നെയും കൂടെ വന്ന ആളുടെ കാര്യമൊക്കെ ചോദിക്കുന്നത്. അയ്യയ്യേ, അവൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് അപ്പോഴും ഫിറോസ് ഖാനാണ്. പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊരു പണിഷ്മെൻറ്റിന് വേണ്ടി ചെയ്തതല്ലേ, നിങ്ങളത് മനസ്സിലാക്കുക ബൈ. വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എൻ്റെ ഇത് ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം. പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. ശരിക്കും പണ്ട് മുതലേ ഒരു നാഗവല്ലിയാണ്. റിവെഞ്ചിന് വേണ്ടി കൊതിച്ച് നടക്കുന്ന ഒരു യക്ഷി നാഗവല്ലി, സജനവള്ളി എന്നൊക്കെ വേണേൽ പറയാം. വള്ളിയാണല്ലോ. പൂക്കുറ്റിക്ക് അത് ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇമാതിരി വള്ളിയാണല്ലോ. പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം നീട്ടാൻ ഒരാളെ ഇയാൾ പിന്നെയും സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. സമർത്ഥമായിട്ടല്ല ഭയ, മൊത്തമായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു. എന്നിട്ട് കളഞ്ഞ്, മനസ്സിലായോ? തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെ ഉണ്ടെന്നോ എന്താണെന്നോ? ഒന്നുമില്ല. അന്നേ നമ്മൾ അതെല്ലാം വിട്ട കാര്യം. അയ്യോ, മറുനാടൻ മലയാളി, നിങ്ങൾ ഒരാളുടെ ജീവിതം കൂടെ കൊളാക്കല്ലേ. അയാളെയും കൂടെ വലിച്ചിടല്ലേ ഇതിനകത്ത് പ്ലീസ്. അതിന്റെ പേര് കേസോ വഴക്കോ ഉണ്ടായോ? ഒന്നുമില്ല. അത് ആ സംഭവം. അപ്പോൾ സജിനെ തേടി ഇദ്ദേഹം മലപ്പുറത്ത് വന്നോ? എവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നോ? ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. ഇയാൾ പണ്ട് ക്രൈം ബ്രാഞ്ചിലായിരുന്നു തോന്നുന്നു. പൊന്ന റാസ്കൽ എന്നൊക്കെ വേണേൽ പറയാം. എന്താ പാടെ പിന്നെയും ഒന്നും അറിയാത്ത പോലെ ഒരു ചോദ്യം ചോദിച്ചു കേട്ടില്ലേ, പുള്ളിക്കാരൻ മലപ്പുറത്തേക്ക് വന്നോന്ന്. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കേട്ടാ, വാക്കുകൾ ശ്രദ്ധിക്കൂ. ഷൂട്ടല്ല കേട്ടോ, ഷൂട്ടിൻ്റെ പർപ്പസിന് വേണ്ടി പോയതാണ്. അപ്പോൾ മനസ്സിലായില്ല എന്താ ഷൂട്ടെന്ന്. ഇനിയും നിങ്ങൾ മണ്ടൻ പൊട്ടൻ ചോദ്യം ചോദിക്കരുത്. പക്ഷേ ഫുള്ള് മണ്ടൻ ചോദ്യങ്ങളാണ്. ഇയാളിങ്ങനെ മണ്ടൻ ചോദ്യങ്ങളല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിരാശ്വാസനാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ആ പെണ്ണുപിള്ളയെ കൊണ്ടുള്ള സത്യം മൊത്തം പറയിപ്പിച്ച് എന്താ വൈദ്യ നന്നായി ഇവിടെ. പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഞാൻ അതില്ലാന്നും പറയുന്നില്ല. അവിടെ എനിക്കൊരു ഇഷ്ടവും അവിടെയും പുള്ളിക്കാരനൊരു ഇഷ്ടം തോന്നി എന്ന് സിമ്പിളായിട്ട് പറയുന്നതല്ലേ. ഈ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമായിരിക്കും തോന്നുന്നു. അങ്ങനെ ആയിരിക്കും സംഭവം. പുള്ളിക്കാരനും എൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയതാണ്. ശരിക്കും പോയതേ അല്ല. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത്? പെടുത്തിയ അതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ ക്രൈം ബ്രാഞ്ച് SI ആയിരുന്നത് പണ്ട്. എന്ത് പറയാനാണ്. ഉടനെ ഉരുണ്ട് പോയതേ അല്ല. ആ സാധനം ഉണ്ടാക്കിയത് തികച്ചും നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒരിക്കലും പോകാൻ വേണ്ടിയിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാളെ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? കണ്ട നയം മാറി കണ്ട. ഇതാണ് പറയുന്നത് അമ്മാർ, അതായത് നയം വ്യക്തമാക്കുക എന്ന് പറയുന്നത് ഇവിടെയൊക്കെയാണ് നമ്മൾ പറയാൻ എനിക്ക് തോന്നിപ്പോവുക. എന്താ പറയേണ്ടത് അല്ലേ? ഒറ്റ സെക്കൻഡ് കല്യാണം കഴിച്ച ഒരാൾ ഡിവോഴ്സൊക്കെ ചെയ്യാതെ അങ്ങനെ പോകാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ്. തികച്ചും ക്രിയേറ്റീവ് ആയിട്ടൊരു ആക്ടിങ് എന്നൊക്കെ പറയുന്ന ഇതാണല്ലേ. ചേട്ടാ ദുഷ്ട അതാ അടിച്ചു. പിന്നെ ആക്ടിങ് പുള്ളിക്കാരിക്ക് തന്നെ ചിരി വന്നു. ആക്ടിങ് ഇസ് റിയാക്ടിങ്. അയ്യോ ഇതായിരുന്നല്ലേ ആക്ടിങ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതെന്നാ ചേട്ടാ, ഇക്കാതെങ്ങാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പരിപാടി കഴിഞ്ഞേട്ടാ. അല്ല ഇനിയിപ്പോൾ ആൾക്കാർ എന്നിട്ട് ഇത് വിട്ട് പറഞ്ഞുകൊണ്ട് എന്നെ മാറുമായിരിക്കും. സജിൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പോഴും പച്ചയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇതെല്ലാം സത്യമായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ മുഖം നമുക്ക് വീർതമായിട്ട് തോന്നുന്നത്. സത്യത്തിൻ്റെ മുഖം എപ്പോഴും വീർതമാടേ. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? സത്യമാണ് പുള്ളിക്കാരി പറയുന്നത്, മനസ്സിലായ? ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ?
പുള്ളിക്കാരിയും റസൂൽ പൂക്കുറ്റി ചേട്ടനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വില എന്താണെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. പുള്ളിക്കാരിയുടെ ഒരു ഫോൺ റെക്കോർഡിംഗ് ഉണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് 3 കോടി രൂപ എനിക്കിപ്പോൾ വേണമെന്ന്. അത് ഞാൻ പിന്നീട് പ്ലേ ചെയ്യാം. അപ്പോൾ 3 കോടി ആയിരിക്കും വില അല്ലേ? വിലയല്ല മോളെ, അതിൻ്റെ പേരെന്താണെന്ന്, അതെന്താണ് ഈ ബന്ധത്തിൻ്റെ പേര്, ഈ ബന്ധം എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഒരു ഒറ്റ ചവിട്ടം എന്താവട്ടെ, കൊല്ലത്തല്ലേ അങ്ങ് നീണ്ടവരെ പോയി കിടക്കും. സ്ത്രീപീഡനമായി പോകും, വേണ്ട. അതായത് ഒരു സഹോദരനാണോ ഒരു വാപ്പാണോ? വാപ്പല്ല മോളെ, ഇതാണ് ആപ്പ്. പുള്ളിക്ക് വെക്കുന്ന ആപ്പാണ്. എന്താ കരച്ചിൽ അയ്യോ ഇപ്പം പറയും ആൾക്കാർ, എടാ എന്താണേലും ഇങ്ങനെ നീ ഒരു നിഷ്ഠൂരനാവരുതടാ, നീ ഇങ്ങനെ ഒരു ദുഷ്ടനാവരുതടാ. ഒരു സ്ത്രീ കരയുമ്പോൾ നീ ചിരിക്കുന്നോ എന്ന്. എങ്ങനെ ചിരിക്കാണ്ടിരിക്കും ഭായി, എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? അത് കഴിഞ്ഞ് ഈ വാപ്പിനെക്കുറിച്ച് പുള്ളിക്കാരി പറയുന്ന ഒരു ഓഡിയോ റിലീസായിട്ടുണ്ട്, അത് ഞാൻ കേട്ടു നോക്ക്. ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അയാൾ. എന്നെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്, ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാണ്. എല്ലാവരും എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരും മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ റസൂൽ പൂക്കുറ്റി ഒരു ഭയങ്കര പൂക്കുറ്റി സാധനം തന്നെ. അയാൾ മറ്റേ കിളവികളെ പോലും പ്രായമായ വൃദ്ധകളെ പോലും വെറുതെ വിടില്ല എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഈ പുള്ളിക്കാരി പറയുന്നതുകൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരി വാ തുറക്കുന്നത് ഒന്ന് കള്ളം പറയാനും പിന്നെ ഭക്ഷണം കഴിക്കാനും പിന്നെ മറ്റേ സിഗരറ്റ് വലിക്കാനും മറ്റേ കള്ളുടിക്കാനൊക്കെയാണ്. അത് ഇന്ന് വേറെ ഒരു ഓഡിയോ ഉണ്ട്. അത് ഒരു പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ്. ഈ ദുബായിലെ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന പൂക്കുറ്റി ചേട്ടനും പിന്നെ കുറേ സുഹൃത്തുക്കളും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ കള്ളമാണെന്നാണ് ആ പുള്ളിക്കാരി വന്ന് പറയുന്നത്. പുള്ളിക്കാരി ഇവരെ ദുബായിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ്. കൊണ്ടുവന്ന് മറ്റേ എയർപോർട്ടിൽ കയറ്റി വിട്ടത്. രക്ഷപ്പെടുത്തിയതല്ല, ദുബായ് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ദുബായിലുള്ള മലയാളീസേ കുറേ എണ്ണം ഉണ്ടല്ലോ ദുബായിൽ. എടാ എവിടെയാടെ ഇത് ഇത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ള ബാറും കാര്യങ്ങളൊക്കെ എവിടെയാടാ ദുബായിലുള്ളത്? ഇല്ല, ഞാനും കുറേ കാലം ഉണ്ടായിരുന്നു അവിടെ, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത്രയ്ക്കും ഭയങ്കര ഡേഞ്ചറാണെന്ന്. ആ ബാറിൽ ഈ പുള്ളിക്കാരി ചുമ്മാ പോയി ഇരിക്കുമായിരുന്നെന്ന്. അപ്പോൾ ചുമ്മാ ഇരുന്നാൽ മതി, കോക്ടെയിലൊക്കെ കൊണ്ടുതരും. അപ്പോൾ അത് നല്ല വസ്ത്രമൊക്കെ ഉടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അവിടെ അപ്പുറത്ത് ആൾക്കാർ ഇരുന്ന് കള്ളുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവരുടെ പേര് ഉപയോഗിച്ച്, ഇവരുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇത്ര രൂപയ്ക്ക് ഈ സജിനെ കിട്ടും എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഈ പുള്ളിക്കാരിയെ കൊണ്ടുപോയ ആൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ ദൈവമേ, തള്ളെന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല. ഈ മറ്റേ അഖിൽമാരൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. അഖിൽമാരാർ മാത്രമല്ല കേട്ടോ, അയാൾക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറ്റേ ഷിയാസ് കരീമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആ പുള്ളിയെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ആ പുള്ളിയാണ് ഈ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര കണക്ഷൻസാണ്. തള്ളെന്ന് പറഞ്ഞാൽ ഇമാതിരി കള്ളത്തരങ്ങൾ പറയാൻ സമ്മതിക്കണം കേട്ടോ. അങ്ങ് വെച്ച് കീറാണ്. ഭയങ്കരം തന്നെ. കള്ളിയും കണ്ടു പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവിടെ പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അത് അതിശോക്തി പറഞ്ഞ കേട്ടോ. അത് ചുമ്മാ തള്ളിയാണ്. ഒരിക്കലും ഒരാളിനെ പിടിച്ച് എന്താണ് ഇത്? ഇവരെല്ലാം ഒരു കാറ്റഗറിയാണോ? 3.5 കിലോ MDMA മൂക്കിൽ നിന്ന് കിട്ടുമെന്ന്. MDMA അവിടെ തന്നെ നിൽക്കുകയാണോ? തമാശ പറയാം, പക്ഷെ അത് സംഭവം വൈറലൊക്കെയാണ്. ഇപ്പോൾ ഇവർ പറയുന്ന 3.5 കിലോ MDMAയുടെ കാര്യം വൈറലൊക്കെയാണ്. പക്ഷേ എന്നാലും അത് കേൾക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറേ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവൾ പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര്. ഞാൻ സജന ഇവൾ പറയുന്നുണ്ട്, എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആൾ ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾ കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോകണേ, അവൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോകണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.